അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അഥവാ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ നിയമസാധുത പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന സ്പ്രിംഗ് സീസണിൽ വാദം ആരംഭിക്കുമെന്നും സമ്മർ സീസണിൽ വിധി പ്രതീക്ഷിക്കാമെന്നും കോടതി അറിയിച്ചു. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ അമേരിക്കൻ പൗരന്മാരോ നിയമപരമായ സ്ഥിരതാമസക്കാരോ അല്ലെങ്കിലും പോലും പൗരത്വം അനുവദിക്കുന്ന ഭരണഘടനാപരമായ വ്യവസ്ഥകൾ നിർത്തലാക്കാനായിരുന്നു ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ നീക്കം. എന്നാൽ ട്രംപിന്റെ ഉത്തരവ് ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതികൾ ഇത് തടഞ്ഞു. തുടർന്ന് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിക്കുകയും ജൂണിൽ അനുകൂല വിധി നേടുകയുമായിരുന്നു. പ്രസിഡന്റിന്റെ ഉത്തരവ് തടയാൻ കീഴ്ക്കോടതികൾക്ക് അധികാരമില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ജന്മാവകാശ പൗരത്വത്തിലെ ചില വ്യവസ്ഥകൾ നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന്റെ നിയമസാധുത സംബന്ധിച്ച് സുപ്രീം കോടതി തീരുമാനമെടുത്തിരുന്നില്ല. യുഎസിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ട്രംപ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനായി എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്കോ താൽക്കാലികമായി രാജ്യത്ത് എത്തിയവർക്കോ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം അനുവദിക്കുന്ന വ്യവസ്ഥ റദ്ദാക്കാനാണ് ട്രംപിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ജന്മാവകാശ പൗരത്വത്തിലെ ചില വ്യവസ്ഥകൾ റദ്ദാക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. തുടർന്ന് പ്രസിഡന്റായി അധികാരമേറ്റ 2025 ജനുവരി 20 തന്നെ ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു. അമേരിക്കൻ പൗരത്വത്തിന്റെ അർത്ഥവും മൂല്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനമെന്ന് ട്രംപ് വിശദമാക്കിയിരുന്നു. എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്ന 2 കാര്യങ്ങൾ ഇവയാണ്. 1. യുഎസിൽ അനധികൃതമായി താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ജനിക്കുകയും കുട്ടിയുടെ പിതാവ് US പൗരനോ സ്ഥിരതാമസക്കാരനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം അനുവദിക്കില്ല. 2. വിദ്യാർത്ഥി വിസ, വർക്ക് വിസ, ടൂറിസ്റ്റ് വിസ തുടങ്ങിയ താൽക്കാലിക വിസകളിൽ യുഎസിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ജനിക്കുകയും കുട്ടിയുടെ പിതാവ് US പൗരനോ സ്ഥിരതാമസക്കാരനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം അനുവദിക്കില്ല. എന്താണ് ജന്മാവകാശ പൗരത്വമെന്ന് വിശദമായി നോക്കാം. അമേരിക്കൻ ഭരണഘടനയിലെ 14-ാം ഭേദഗതി പ്രകാരമാണ് ജന്മാവകാശ പൗരത്വം അനുവദിക്കുന്നത്. 1868 14-ാം ഭേദഗതി നിലവിൽ വന്നത്. ഇതുപ്രകാരം അമേരിക്കയിൽ ജനിച്ചതോ നാച്ചുറലൈസേഷൻ നടപടിക്രമത്തിന് വിധേയരായതോ ആയ എല്ലാവരും US പൗരന്മാരായിരിക്കും. ഇത് പൗരന്മാരുടെ കുട്ടികൾക്കോ നിയമപരമായി അമേരിക്കയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാരുടെ കുട്ടികൾക്കോ അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കോ ബാധകമാണ്. കഴിഞ്ഞ 157 വർഷമായി അമേരിക്കയിൽ ജനിക്കുന്ന മുഴുവൻ പേർക്കും പൗരത്വം ലഭിച്ചു വരുന്നുണ്ട്. അതേസമയം ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് നടപ്പിലായാൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ അനധികൃത കുടിയേറ്റക്കാരോ വിദ്യാർത്ഥി വിസ, തൊഴിൽ വിസ തുടങ്ങിയ താൽക്കാലിക നിയമപരമായ സ്റ്റാറ്റസിൽ കഴിയുന്നവരോ ആണെങ്കിൽ പൗരത്വം നിഷേധിക്കപ്പെടും. കൂടാതെ ഓരോ വർഷവും അമേരിക്കയിൽ ജനിക്കുന്ന 10,000 കുട്ടികൾക്ക് US പൗരത്വം ലഭിക്കാതെ വരും. മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പെൻ സ്റ്റേറ്റ് പോപ്പുലേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കണക്കനുസരിച്ച് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിച്ചാൽ പ്രതിവർഷം ഏകദേശം 2,55,000 കുട്ടികൾക്ക് അമേരിക്കയിൽ ജനിച്ചിട്ടും പൗരത്വം ലഭിക്കാതെ വരും. ഇത് 2045 ആകുമ്പോഴേക്കും അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 2.7 ദശലക്ഷമായി വർദ്ധിക്കും. 2075 ആകുമ്പോഴേക്കും 5.4 ദശലക്ഷമായി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് USA ടുഡേ റിപ്പോർട്ട് ചെയ്തു. 18 വയസ്സിൽ താഴെയുള്ള ഏകദേശം 4.4 ദശലക്ഷം അമേരിക്കൻ പൗരന്മാർ അനധികൃത കുടിയേറ്റക്കാരായ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നുണ്ടെന്ന് 2022 പീവ് റിസർച്ച് സെന്റർ കണ്ടെത്തിയിരുന്നു. ട്രംപിന്റെ നിലപാടിനെ ഭരണഘടനാ ലംഘനമെന്ന് വിമർശിച്ച് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു പ്രസിഡന്റിനും 14-ാം ഭേദഗതി മാറ്റാൻ കഴിയില്ലെന്ന് സിവിൽ ലിബർട്ടീസ് യൂണിയൻ നേതൃത്വം പറയുന്നു. നിലവിൽ അമേരിക്കയ്ക്ക് പുറമെ കാനഡ, മെക്സിക്കോ എന്നിവയുൾപ്പെടെ ഏകദേശം 30 രാജ്യങ്ങളിൽ അവരുടെ മണ്ണിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്നുണ്ട്.